guys, it's me Naveen. ഗൈസ്, അപ്പൊ നമ്മളത് വർക്കൗട്ടിന് പോവാണ്. ഇന്ന് കുറച്ച് സീനായ വർക്കൗട്ട്സ് ആയിരുന്നു. നമ്മളങ്ങനെ അവിടെ ആദ്യം എത്തി നമ്മുടെ ഷൂസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. ഇന്ന് നമുക്ക് കുറച്ച് ഹെവി ആയ വർക്കൗട്ട് ആയിരുന്നു. പവറിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ് ഇന്ന് നമ്മുടെ കോച്ച് ചെയ്യിപ്പിച്ചത്. നമ്മൾ ചെയ്തത് 3 സെറ്റിന്റെ ആണ്. പക്ഷെ ഓരോ സെറ്റിലെ വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് വരും. നല്ല ഹെവി ആയിരുന്നു. ഇതൊക്കെ നമ്മുടെ അപ്പർ ബോഡി നല്ല രീതിയിൽ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. നമുക്കിപ്പോ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സ്ട്രെങ്ത് ചെയ്യണത്, അപ്പർ ബോഡി ഒക്കെ. അതുപോലെ ഇപ്പൊ സീസൺ ടൈം ആണെങ്കിൽ നമുക്ക് ഇതുപോലെ അപ്പർ ബോഡി സ്ട്രെങ്ത് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അതുകൊണ്ട് ഓഫ് സീസൺ ടൈമിൽ നമ്മൾ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആക്കണം നമ്മുടെ അപ്പർ ബോഡി. കാരണം നമ്മൾ സീസൺ ടൈമിൽ ജസ്റ്റ് അപ്പർ ബോഡി ആണെങ്കിൽ ലോവർ ബോഡി ആണല്ലോ മെയിൻ്റെനൻസ് മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഓവറായിട്ട് സീസൺ ടൈമിൽ നമ്മൾ സ്ട്രെങ്തോ അല്ലാത്ത ജിമ്മൊക്കെ ചെയ്താൽ നമുക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ ഹെവി ആയ വർക്കൗട്ട്സ് ആയിരുന്നു ഗൈസ് ഇന്ന്. അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞ് നമ്മളിനി കുറച്ച് ബോളും കൊണ്ടുള്ള ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്തത് ബോൾ മാസ്റ്റർ ആണ്. ഇത് സിമ്പിൾ ആണ്, ജസ്റ്റ് നിങ്ങൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പിന്നെ ചെയ്ത് അത് പെർഫെക്റ്റ് ആവും എന്തായാലും. ഇത് നിങ്ങൾ ചെയ്ത് പെർഫെക്റ്റ് ആക്കിയാൽ നല്ല രീതിയിലുള്ള ബോൾ കൺട്രോളിങ് നിങ്ങൾക്ക് കൂടും. ഇത് സെക്കൻഡ് വേരിയേഷൻ ആണ്. ഇത് ഔട്ടർ ഫുഡും കൊണ്ടാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നെങ്കിൽ ആദ്യം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ല. എനിക്കും ഇതേപോലെ ആയിരുന്നു ആദ്യം ചെയ്തപ്പോൾ, നമുക്ക് കറക്റ്റ് സെറ്റ് ആയിട്ടൊന്നും വരൂല. പിന്നെ ചെയ്ത് ആ റിതം കിട്ടും നമുക്ക്. ഇത് അതിന്റെ തേർഡ് വേരിയേഷൻ. നമ്മുടെ ബോൾ കൺട്രോൾ ഒക്കെ പെർഫെക്റ്റ് ആക്കാൻ പറ്റിയ ബെസ്റ്റ് ഡ്രില്ലാണ് ഇത് ഫോർത്ത് വേരിയേഷൻ. അപ്പോൾ നിങ്ങളെല്ലാം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ.